ഒരുപാട് നേരം പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മിക്ക ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൂടെയാണ് നമ്മളൊരു കാര്യം പഠിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ നേരം അതിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് നമുക്ക് ഓർത്ത് വെക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്ന ഓരോ പുതിയ വാക്കും ഈ കഥയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നമുക്കതിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും. ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോറീസും ഇഷ്ടമായി എന്ന് പറഞ്ഞ് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സ്റ്റോറിയുടെ പേര് വാട്ട് ഈസ് ഫോർ ഡിന്നർ. ഡിന്നറിന് എന്താണ് അല്ലെങ്കിൽ അത്താഴത്തിന് എന്താണ്? വാട്ട് ഈസ് ഫോർ ഡിന്നർ. സാം ഓൾവേസ് കംപ്ലൈൻഡ് അബൌട്ട് ഹിസ് വൈഫ് ഡോളി. സാം എപ്പോഴും തൻ്റെ ഭാര്യ ഡോളിയെക്കുറിച്ച് പരാതി പറയുമായിരുന്നു. സാം ഓൾവേസ് കംപ്ലൈൻഡ്. ഓൾവേസ് എപ്പോഴും. കംപ്ലൈൻ എന്ന് പറഞ്ഞാൽ പരാതിപ്പെടുക അല്ലെങ്കിൽ പരാതി പറയുക. സാം ഓൾവേസ് കംപ്ലൈൻഡ്. സാം എപ്പോഴും പരാതി പറയുമായിരുന്നു. ആരെക്കുറിച്ചാണ് പരാതി പറയുന്നത്? അബൌട്ട് ഹിസ് വൈഫ് ഡോളി. അബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച്. അബൌട്ട് ഹിസ് വൈഫ് ഡോളി. തൻ്റെ ഭാര്യ ഡോളിയെക്കുറിച്ച്. ദേ വർ മാരിഡ് ഫോർ ഓവർ 15 ഇയേഴ്സ്. 15 വർഷത്തിലേറെയായിരുന്നു അവർ വിവാഹിതരായിട്ട്. ഫോർ ഓവർ 15 ഇയേഴ്സ് എന്ന് വെച്ചാൽ 15 വർഷത്തിലേറെയായി. ദേ വർ മാരിഡ് ഫോർ ഓവർ 15 ഇയേഴ്സ്. ഡോളി വാസ് എ വില്ലേജ് ഗേൾ ബട്ട് സാം വാസ് റേസ്ഡ് ഇൻ എ സിറ്റി. ഡോളി ഒരു ഗ്രാമീണ പെൺകുട്ടിയായിരുന്നു, പക്ഷെ സാം ഒരു നഗരത്തിലാണ് വളർന്നത്. ഡോളി വാസ് എ വില്ലേജ് ഗേൾ. വില്ലേജ് ഗ്രാമം. വില്ലേജ് ഗേൾ എന്ന് വെച്ചാൽ ഗ്രാമീണ പെൺകുട്ടി. ഡോളി വാസ് എ വില്ലേജ് ഗേൾ. ഡോളി ഒരു ഗ്രാമീണ പെൺകുട്ടിയായിരുന്നു. ബട്ട് സാം വാസ് റേസ്ഡ് ഇൻ എ സിറ്റി. റേസ് എന്ന് പറഞ്ഞാൽ വളർത്തുക, വളരുക, ഉയർത്തുക, വർദ്ധിപ്പിക്കുക. ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വളരുക എന്നുള്ള അർത്ഥത്തിലാണ്. സാം വാസ് റേസ്ഡ് ഇൻ എ സിറ്റി. സാം ഒരു സിറ്റിയിലാണ് വളർന്നത് അല്ലെങ്കിൽ ഒരു നഗരത്തിലാണ് വളർന്നത്. ഓൾദോ ദേ ഹാഡ് എ ലോട്ട് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ് ഇൻ ലൈഫ്, ഡോളി മാനേജ്ഡ് എവറിത്തിങ് ടു പെർഫെക്ഷൻ. ജീവിതത്തിൽ ഒരുപാട് സാംസ്കാരികമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഡോളി എല്ലാം പൂർണ്ണതയോടെ കൈകാര്യം ചെയ്തു. ഓൾദോ ദേ ഹാഡ് എ ലോട്ട് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ് ഇൻ ലൈഫ്. ഓൾദോ എന്ന് പറഞ്ഞാൽ എന്നാലും, ആയിട്ടും, എന്ന് വരികിലും, ഇതൊക്കെയാണ് അർത്ഥം. അലോട്ട് ഒരുപാട്. കൾച്ചറൽ എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായ. ഡിഫറൻസ് വ്യത്യാസം. അപ്പോൾ കൾച്ചറൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ സാംസ്കാരികമായ വ്യത്യാസം. ഓൾദോ ദേ ഹാഡ് എ ലോട്ട് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ്. അവർക്ക് സാംസ്കാരികമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇൻ ലൈഫ് ജീവിതത്തിൽ ഡോളി മാനേജ്ഡ് എവറിത്തിങ് ടു പെർഫെക്ഷൻ. മാനേജ് എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക, നിയന്ത്രിക്കുക അല്ലെങ്കിൽ നടത്തുക. എവറിത്തിങ് എല്ലാം. പെർഫെക്ഷൻ പരിപൂർണത. ഡോളി മാനേജ്ഡ് എവറിത്തിങ് ടു പെർഫെക്ഷൻ. ഡോളി എല്ലാം പൂർണ്ണതയോടെ കൈകാര്യം ചെയ്തു. ഓൾദോ ദേ ഹാഡ് എ ലോട്ട് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ് ഇൻ ലൈഫ്, ഡോളി മാനേജ്ഡ് എവറിത്തിങ് ടു പെർഫെക്ഷൻ. ദ ലേറ്റസ്റ്റ് കംപ്ലൈൻറ്റ് അബൌട്ട് ഡോളി വാസ് ദാറ്റ് ഷി വാസ് ലൂസിങ് ഹെർ ഹിയറിംഗ്. ഡോളിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ പരാതി അവൾക്ക് കേൾവിശക്തി നഷ്ടപ്പെടുന്നു എന്നതായിരുന്നു. ദ ലേറ്റസ്റ്റ് കംപ്ലൈൻറ്റ്. ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും പുതിയ. കംപ്ലൈൻറ്റ് പരാതി. ദ ലേറ്റസ്റ്റ് കംപ്ലൈൻറ്റ് ഏറ്റവും പുതിയ പരാതി. അബൌട്ട് ഡോളി ഡോളിയെക്കുറിച്ച്. അബൌട്ട് കുറിച്ച്. വാസ് ദാറ്റ് അതായിരുന്നു. എന്തായിരുന്നു? ഷി വാസ് ലൂസിങ് ഹെർ ഹിയറിംഗ്. ലൂസ് എന്ന് പറഞ്ഞാൽ നഷ്ടമാവുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക. ഹിയറിംഗ് കേൾവി. ഷി വാസ് ലൂസിങ് ഹെർ ഹിയറിംഗ്. അവൾക്ക് കേൾവി നഷ്ടപ്പെടുകയായിരുന്നു. സാം വാസ് വറീഡ് ദാറ്റ് ഡ്യൂ ടു ഏജിംഗ് ഡോളി വാസ് ഗ്രാജ്വലി ലൂസിങ് ഹെർ ഹിയറിംഗ് കപ്പാസിറ്റി. പ്രായാധിക്യം മൂലം ഡോളിയുടെ കേൾവി ശക്തി ക്രമേണ നഷ്ടപ്പെടുകയാണെന്ന് സാം ആകുലപ്പെട്ടിരുന്നു അല്ലെങ്കിൽ സാം വിഷമിച്ചിരുന്നു. സാം വാസ് വറീഡ്. സാം വിഷമിച്ചിരുന്നു അല്ലെങ്കിൽ ആകുലപ്പെട്ടിരുന്നു. ഡ്യൂ ടു ഏജിങ്. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ കാരണത്താൽ. ഏജിങ് പ്രായമാകൽ അല്ലെങ്കിൽ പ്രായാധിക്യം. ഡ്യൂ ടു ഏജിങ് പ്രായാധിക്യം കാരണം. ഡോളി വാസ് ഗ്രാജ്വലി ലൂസിങ് ഹെർ ഹിയറിംഗ് കപ്പാസിറ്റി. ഗ്രാജ്വലി എന്ന് പറഞ്ഞാൽ കാലക്രമത്തിൽ, ക്രമേണ അല്ലെങ്കിൽ മെല്ലെ മെല്ലെ. ലൂസ് നമ്മൾ നേരത്തെ പറഞ്ഞു നഷ്ടമാവുക. ഹിയറിംഗ് കപ്പാസിറ്റി കേൾവിശക്തി. ഡോളി വാസ് ഗ്രാജ്വലി ലൂസിങ് ഹെർ ഹിയറിംഗ് കപ്പാസിറ്റി. ഡോളിക്ക് അവളുടെ കേൾവിശക്തി ക്രമേണ നഷ്ടപ്പെടുകയായിരുന്നു. സാം വാസ് വറീഡ് ദാറ്റ് ഡ്യൂ ടു ഏജിംഗ് ഡോളി വാസ് ഗ്രാജ്വലി ലൂസിങ് ഹെർ ഹിയറിംഗ് കപ്പാസിറ്റി. പ്രായാധിക്യം കാരണം ഡോളിയുടെ കേൾവിശക്തി ക്രമേണ നഷ്ടപ്പെടുകയാണെന്ന് സാം ആകുലപ്പെട്ടിരുന്നു. ഇറ്റ് ഹാപ്പൻഡ് വൺ ഡേ വെൻ സാം വാസ് ഇൻ ദ ലിവിംഗ് റൂം ആൻഡ് ആസ്ക്ഡ് ഫോർ എ കപ്പ് ഓഫ് ടീ ഫ്രം ഡോളി. ഒരു ദിവസം സാം സ്വീകരണ മുറിയിലിരുന്ന് ഡോളിയോട് ഒരു കപ്പ് ചായ ചോദിച്ചപ്പോഴാണ് അത് സംഭവിച്ചത്. ഇറ്റ് ഹാപ്പൻഡ് വൺ ഡേ. ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. ഇറ്റ് ഹാപ്പൻഡ് വൺ ഡേ. ഒരു ദിവസം അത് സംഭവിച്ചു. വെൻ സാം വാസ് ഇൻ ദ ലിവിംഗ് റൂം.
സാം ലിവിംഗ് റൂമിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ സാം സ്വീകരണ മുറിയിലായിരുന്നപ്പോൾ ആസ്ക്ഡ് ഫോർ എ കപ്പ് ഓഫ് ടീ ഫ്രം ഡോളി. ഡോളിയുടെ അടുത്ത് നിന്ന് ഒരു കപ്പ് ചായ ചോദിച്ചു. ഇതൊന്നിച്ച് പറയുമ്പോൾ, അതായത് വെൻ സാം വാസ് ഇൻ ദ ലിവിംഗ് റൂം ആൻഡ് ആസ്ക്ഡ് ഫോർ എ കപ്പ് ഓഫ് ടീ ഫ്രം ഡോളി. സാം സ്വീകരണ മുറിയിലിരുന്ന് ഡോളിയോട് ഒരു കപ്പ് ചായ ചോദിച്ചപ്പോൾ. ഇറ്റ് ഹാപ്പൻഡ് വൺ ഡേ വെൻ സാം വാസ് ഇൻ ദ ലിവിംഗ് റൂം ആൻഡ് ആസ്ക്ഡ് ഫോർ എ കപ്പ് ഓഫ് ടീ ഫ്രം ഡോളി. ഒരു ദിവസം സാം സ്വീകരണ മുറിയിലിരുന്ന് ഡോളിയോട് ഒരു കപ്പ് ചായ ചോദിച്ചപ്പോഴാണ് അത് സംഭവിച്ചത്. ഡോളി ഡിഡ് നോട്ട് റെസ്പോണ്ട്. ഡോളി പ്രതികരിച്ചില്ല. റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ഉത്തരം പറയുക. ഡോളി ഡിഡ് നോട്ട് റെസ്പോണ്ട്. ഡോളി പ്രതികരിച്ചില്ല. ഹി ഇൻക്രീസ്ഡ് ഹിസ് വോയിസ് ആൻഡ് വൺസ് അഗെയിൻ ആസ്ക്ഡ് ഹെർ ഫോർ സം ടീ. അവൻ ശബ്ദം കൂട്ടി ഒരിക്കൽ കൂടി അവളോട് ചായ ചോദിച്ചു. ഹി ഇൻക്രീസ്ഡ് ഹിസ് വോയിസ്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ കൂട്ടുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക. ഹി ഇൻക്രീസ്ഡ് ഹിസ് വോയിസ്. അവൻ തൻ്റെ ശബ്ദം കൂട്ടി. ആൻഡ് വൺസ് അഗെയിൻ ആസ്ക്ഡ് ഹെർ. വൺസ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി. വൺസ് അഗെയിൻ ആസ്ക്ഡ് ഹെർ. ഒരിക്കൽ കൂടി അവളോട് ചോദിച്ചു. എന്തിനു വേണ്ടിയാണ് ചോദിച്ചത്? ഫോർ സം ടീ. ചായയ്ക്ക് വേണ്ടി. ഹി ഇൻക്രീസ്ഡ് ഹിസ് വോയിസ് ആൻഡ് വൺസ് അഗെയിൻ ആസ്ക്ഡ് ഹെർ ഫോർ സം ടീ. അവൻ ശബ്ദം കൂട്ടി ഒരിക്കൽ കൂടി അവളോട് ചായ ചോദിച്ചു. സ്റ്റിൽ ഹി ഹെഡ് നത്തിങ് ഫ്രം ഡോളി. ഇപ്പോഴും ഡോളിയിൽ നിന്ന് അവനൊന്നും കേട്ടില്ല. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ അല്ലെങ്കിൽ അനങ്ങാത്ത എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോഴും അല്ലെങ്കിൽ എന്നിട്ടും എന്നുള്ള അർത്ഥത്തിലാണ്. സ്റ്റിൽ ഹി ഹേർഡ് നത്തിങ് ഫ്രം ഡോളി. ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക. അതിൻ്റെ പാസ്റ്റാണ് ഹേർഡ്, കേട്ടു. സ്റ്റിൽ ഹി ഹേർഡ് നത്തിങ് ഫ്രം ഡോളി. ഇപ്പോഴും അവൻ ഡോളിയിൽ നിന്ന് ഒന്നും കേട്ടില്ല. ഹി ഗോട്ട് അപ്പ് ആൻഡ് സ്ലോലി വാക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ ആൻഡ് ആസ്ക്ഡ് ഡോളി ഫോർ സം ടീ. അവൻ എഴുന്നേറ്റ് മെല്ലെ അടുക്കളയിലേക്ക് നടന്ന് ഡോളിയോട് ചായ ചോദിച്ചു. ഹി ഗോട്ട് അപ്പ്. ഗെറ്റ് അപ്പ് എഴുന്നേൽക്കുക. അതിൻ്റെ പാസ്റ്റാണ് ഗോട്ട് അപ്പ്, എഴുന്നേറ്റു. ഹി ഗോട്ട് അപ്പ്. അവൻ എഴുന്നേറ്റു. ആൻഡ് സ്ലോലി വാക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ. സ്ലോലി പതുക്കെ. വാക്ക് നടക്കുക. സ്ലോലി വാക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ. പതുക്കെ കിച്ചണിലേക്ക് നടന്നു അല്ലെങ്കിൽ മെല്ലെ അടുക്കളയിലേക്ക് നടന്നു. ആൻഡ് ആസ്ക്ഡ് ഡോളി ഫോർ സം ടീ. ഡോളിയോട് ചായ ചോദിച്ചു. ഡോളി വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ് ആൻഡ് സെഡ് ദാറ്റ് ഷീ വുഡ് ബ്രിങ് ഇറ്റ് ഇൻ 10 minutes. ഡോളി അല്പം ആശ്ചര്യപ്പെട്ടു. 10 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഡോളി വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ്. എ ബിറ്റ് അല്പം. സർപ്രൈസ് എന്ന് വെച്ചാൽ അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം. ഡോളി വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ്. ഡോളി അല്പം ആശ്ചര്യപ്പെട്ടു. ആൻഡ് സെഡ് ദാറ്റ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഷീ വുഡ് ബ്രിങ് ഇറ്റ് ഇൻ 10 minutes. അവളത് 10 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരും. ഡോളി വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ് ആൻഡ് സെഡ് ദാറ്റ് ഷീ വുഡ് ബ്രിങ് ഇറ്റ് ഇൻ 10 minutes. A few days after that incident, സാം ഹാഡ് ടു ലീവ് ടൗൺ ഫോർ എ വീക്ക്. ആ സംഭവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സാമിന് ഒരാഴ്ച നഗരം വിടേണ്ടി വന്നു. എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ്. എ ഫ്യൂ കുറച്ച്. ആഫ്റ്റർ ശേഷം. ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ സംഭവം. എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ്. ആ സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാം ഹാഡ് ടു ലീവ് ടൗൺ ഫോർ എ വീക്ക്. ലീവ് എന്ന് പറഞ്ഞാൽ അവധി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, പോവുക, ഉപേക്ഷിക്കുക, വിടവാങ്ങൽ, ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സാം ഹാഡ് ടു ലീവ് ടൗൺ. സാമിന് ടൗൺ വിടേണ്ടി വന്നു അല്ലെങ്കിൽ നഗരം വിടേണ്ടി വന്നു. ഫോർ എ വീക്ക് ഒരാഴ്ചത്തേക്ക്. എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ് സാം ഹാഡ് ടു ലീവ് ടൗൺ ഫോർ എ വീക്ക്. ആഫ്റ്റർ ഹിസ് റിട്ടേൺ ഹി ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് വൈഫ്സ് ഹിയറിംഗ് ലോസ്. തിരിച്ചെത്തിയ ശേഷം ഭാര്യയുടെ കേൾവിക്കുറവ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. ആഫ്റ്റർ ഹിസ് റിട്ടേൺ. ആഫ്റ്റർ ശേഷം. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചെത്തുക. ആഫ്റ്റർ ഹിസ് റിട്ടേൺ അവൻ തിരിച്ചെത്തിയതിന് ശേഷം. ഹി ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട്. ഡിസൈഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. ഫൈൻഡ് ഔട്ട് എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ തിരിച്ചറിയുക. ഹി ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട്. അവൻ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് വൈഫ്സ് ഹിയറിംഗ് ലോസ്. എക്സ്റ്റെൻറ്റ് എന്ന് വെച്ചാൽ പരിധി, അളവ്, ഇതൊക്കെയാണ് അർത്ഥം. ഹിയറിംഗ് ലോസ് കേൾവിക്കുറവ്. ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് വൈഫ്സ് ഹിയറിംഗ് ലോസ്. തൻ്റെ ഭാര്യയുടെ കേൾവിക്കുറവിൻ്റെ അളവ് അല്ലെങ്കിൽ വ്യാപ്തി. ആഫ്റ്റർ ഹിസ് റിട്ടേൺ ഹി ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് വൈഫ്സ് ഹിയറിംഗ് ലോസ്. തിരിച്ചെത്തിയ ശേഷം ഭാര്യയുടെ കേൾവിക്കുറവ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. ഹി ഡിസ്കസ്ഡ് ദിസ് മാറ്റർ വിത്ത് എ ഡോക്ടർ പ്രയർ ടു ടേക്കിംഗ് ഡോളി ടു ദ ഡോക്ടർ. ഡോളിയെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവൻ ഒരു ഡോക്ടറുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. ഹി ഡിസ്കസ്ഡ് ദിസ് മാറ്റർ. ഡിസ്കസ് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുക. മാറ്റർ കാര്യം അല്ലെങ്കിൽ വിഷയം. ഹി ഡിസ്കസ്ഡ് ദിസ് മാറ്റർ. അവൻ ഈ കാര്യം ചർച്ച ചെയ്തു. വിത്ത് എ ഡോക്ടർ. ഒരു ഡോക്ടറുമായി. പ്രയർ ടു ടേക്കിംഗ് ഡോളി ടു ദ ഡോക്ടർ. പ്രയർ എന്ന് വെച്ചാൽ മുൻപേയുള്ള. പ്രയർ ടു ടേക്കിംഗ് ഡോളി ടു ദ ഡോക്ടർ. ഡോളിയെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ്. ഹി ഡിസ്കസ്ഡ് ദിസ് മാറ്റർ വിത്ത് എ ഡോക്ടർ
prior to taking Dolly to the doctor. The doctor told him an easy way to find the extent of her hearing loss. അവളുടെ കേൾവിക്കുറവിൻ്റെ അളവ് കണ്ടെത്താൻ ഡോക്ടർ അവന് ഒരു എളുപ്പവഴി പറഞ്ഞു കൊടുത്തു. The doctor told him. Told പറഞ്ഞു. The doctor told him. ഡോക്ടർ അവനോട് പറഞ്ഞു. An easy way. Easy way എന്ന് വെച്ചാൽ എളുപ്പവഴി. An easy way. ഒരു എളുപ്പവഴി. To find. Find എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. To find. കണ്ടെത്താൻ. The extent of her hearing loss. Extent നമ്മൾ നേരത്തെ പറഞ്ഞു അളവ് അല്ലെങ്കിൽ പരിധി. Hearing loss കേൾവിക്കുറവ്. To find the extent of her hearing loss. അവളുടെ കേൾവിക്കുറവിൻ്റെ അളവ് അല്ലെങ്കിൽ പരിധി കണ്ടുപിടിക്കാൻ. The doctor told him an easy way to find the extent of her hearing loss. Sam reached home and called for his wife Dolly when he entered the door. സാം വീട്ടിലെത്തി വാതിൽ കടന്നപ്പോൾ ഭാര്യ ഡോളിയെ വിളിച്ചു. സാം റീച്ച്ഡ് ഹോം. റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക. സാം റീച്ച്ഡ് ഹോം. സാം വീട്ടിലെത്തി. ആൻഡ് കോൾഡ് ഫോർ ഹിസ് വൈഫ് ഡോളി. തൻ്റെ ഭാര്യ ഡോളിയെ വിളിച്ചു. വെൻ ഹി എൻറ്റേർഡ് ദ ഡോർ. എൻറ്റർ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക അല്ലെങ്കിൽ അകത്ത് കടക്കുക. വെൻ ഹി എൻറ്റേർഡ് ദ ഡോർ. അവൻ വാതിൽ കടന്നപ്പോൾ. സാം റീച്ച്ഡ് ഹോം ആൻഡ് കോൾഡ് ഫോർ ഹിസ് വൈഫ് ഡോളി വെൻ ഹി എൻറ്റേർഡ് ദ ഡോർ. ഡോളി വാസ് ഇൻ ദ കിച്ചൺ പ്രിപ്പയറിംഗ് ഡിന്നർ. ഡോളി അടുക്കളയിൽ അത്താഴം തയ്യാറാക്കുകയായിരുന്നു. ഡോളി വാസ് ഇൻ ദ കിച്ചൺ. ഡോളി കിച്ചണിലായിരുന്നു അല്ലെങ്കിൽ അടുക്കളയിലായിരുന്നു. പ്രിപ്പയറിംഗ് ഡിന്നർ. പ്രിപ്പയർ എന്ന് വെച്ചാൽ തയ്യാറാക്കുക അല്ലെങ്കിൽ പാകം ചെയ്യുക. പ്രിപ്പയറിംഗ് ഡിന്നർ. ഡിന്നർ തയ്യാറാക്കുന്നു അല്ലെങ്കിൽ അത്താഴം തയ്യാറാക്കുന്നു. ഡോളി വാസ് ഇൻ ദ കിച്ചൺ പ്രിപ്പയറിംഗ് ഡിന്നർ. ഹി ഹെഡ് നത്തിങ് ഫ്രം ഹെർ. അവൻ അവളിൽ നിന്ന് ഒന്നും കേട്ടില്ല. അതായത് അവളുടെ അടുത്തുനിന്ന് ഒന്നും കേട്ടില്ല. He heard nothing from her. Then he asked her from the main door, Dolly, what's for dinner? പിന്നെ അവൻ മെയിൻ ഡോറിൽ നിന്ന് അല്ലെങ്കിൽ പ്രധാന വാതിലിൽ നിന്ന് അവളോട് ചോദിച്ചു, ഡോളി അത്താഴത്തിന് എന്താണ്? Then he asked her. പിന്നെ അവൻ അവളോട് ചോദിച്ചു. എവിടെ നിന്നാ ചോദിച്ചത്? ഫ്രം ദ മെയിൻ ഡോർ. മെയിൻ ഡോറിൽ നിന്ന് അല്ലെങ്കിൽ പ്രധാന വാതിലിൽ നിന്ന്. ഡോളി വാട്ട്സ് ഫോർ ഡിന്നർ? വാട്ട്സ് ഫോർ ഡിന്നർ. അത്താഴത്തിന് എന്താണ്? Then he asked her from the main door, Dolly, what's for dinner? Surprise. No response. All was silent. ആശ്ചര്യം. പ്രതികരണമില്ല. എല്ലാം നിശബ്ദമായിരുന്നു. സർപ്രൈസ്. അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം. നോ റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പ്രതികരണം. നോ റെസ്പോൺസ്. പ്രതികരണമില്ല. ഓൾ വാസ് സൈലൻറ്റ്. എല്ലാം സൈലൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ എല്ലാം നിശബ്ദമായിരുന്നു. സർപ്രൈസ്. നോ റെസ്പോൺസ്. ഓൾ വാസ് സൈലൻറ്റ്. ഹി വെൻറ്റ് ടു ഹിസ് റൂം ആൻഡ് ആസ്ക്ഡ് ഹെർ, ഐ എം ഹിയർ. വാട്ട്സ് ഫോർ ഡിന്നർ ഡോളി? അവൻ തൻ്റെ മുറിയിൽ ചെന്ന് അവളോട് ചോദിച്ചു, ഞാൻ ഇവിടെയുണ്ട്. അത്താഴത്തിന് എന്താണ് ഡോളി? ഹി വെൻറ്റ് ടു ഹിസ് റൂം. അവൻ തൻ്റെ മുറിയിലേക്ക് പോയി. ആൻഡ് ആസ്ക്ഡ് ഹെർ. അവളോട് ചോദിച്ചു, ഐ എം ഹിയർ. ഞാൻ ഇവിടെയുണ്ട്. വാട്ട്സ് ഫോർ ഡിന്നർ ഡോളി? ഡിന്നറിന് എന്താണ് ഡോളി? ഹി വെൻറ്റ് ടു ഹിസ് റൂം ആൻഡ് ആസ്ക്ഡ് ഹെർ, ഐ എം ഹിയർ. വാട്ട്സ് ഫോർ ഡിന്നർ ഡോളി? ഹി സാറ്റ് ഓൺ ദ സോഫ ആൻഡ് ആസ്ക്ഡ് ഹെർ അഗെയിൻ, ഡോളി വാട്ട്സ് ഫോർ ഡിന്നർ? അഗെയിൻ ഇറ്റ് വാസ് സൈലൻറ്റ്. അവൻ സോഫയിലിരുന്ന് വീണ്ടും അവളോട് ചോദിച്ചു, ഡോളി അത്താഴത്തിന് എന്താണ്? വീണ്ടും നിശബ്ദമായിരുന്നു. ഹി സാറ്റ് ഓൺ ദ സോഫ. സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ഇതിൻ്റെ പാസ്റ്റാണ് സാറ്റ്. ഇരുന്നു. ഹി സാറ്റ് ഓൺ ദ സോഫ. അവൻ സോഫയിലിരുന്നു. ആൻഡ് ആസ്ക്ഡ് ഹെർ അഗെയിൻ. അഗെയിൻ വീണ്ടും. ആൻഡ് ആസ്ക്ഡ് ഹെർ അഗെയിൻ. അവളോട് വീണ്ടും ചോദിച്ചു, ഡോളി വാട്ട്സ് ഫോർ ഡിന്നർ? ഡോളി ഡിന്നറിന് എന്താണ്? അഗെയിൻ ഇറ്റ് വാസ് സൈലൻറ്റ്. അഗെയിൻ വീണ്ടും. ഇറ്റ് വാസ് സൈലൻറ്റ്. നിശബ്ദമായിരുന്നു. അഗെയിൻ ഇറ്റ് വാസ് സൈലൻറ്റ്. വീണ്ടും നിശബ്ദമായിരുന്നു. He sat on the sofa and asked her again, Dolly, what's for dinner? Again it was silent. While he washed his face, he asked her, what's for dinner? മുഖം കഴുകുന്നതിനിടയിൽ അവൻ അവളോട് ചോദിച്ചു, അത്താഴത്തിന് എന്താണ്? While he washed his face. While എന്ന് വെച്ചാൽ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത്. While he washed his face. അവൻ മുഖം കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ മുഖം കഴുകുന്നതിനിടയിൽ. He asked her. അവൻ അവളോട് ചോദിച്ചു, what's for dinner? ഡിന്നറിന് എന്താണ്? He then took a few steps forward into the kitchen and asked the same question. എന്നിട്ട് അവൻ അടുക്കളയിലേക്ക് കുറച്ച് ചുവടുകൾ വെച്ച് അതേ ചോദ്യം ചോദിച്ചു. He then took a few steps forward. Then പിന്നെ അല്ലെങ്കിൽ എന്നിട്ട്. A few കുറച്ച്. Forward എന്ന് വെച്ചാൽ മുന്നോട്ട്. He then took a few steps forward. എന്നിട്ട് അവൻ കുറച്ച് സ്റ്റെപ്സ് മുന്നോട്ട് വെച്ചു അല്ലെങ്കിൽ കുറച്ച് ചുവടുകൾ മുന്നോട്ട് വെച്ചു. അതെങ്ങോട്ടാ? Into the kitchen. കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക്. And asked the same question. സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. അതേ ചോദ്യം ചോദിച്ചു. He then took a few steps forward into the kitchen and asked the same question. He tried with the question, what's for dinner? Standing at different places at home to identify the extent of hearing loss.
കേൾവിക്കുറവിൻ്റെ അളവ് തിരിച്ചറിയാൻ വീട്ടിൽ പലയിടങ്ങളിലായി നിന്നുകൊണ്ട് അത്താഴത്തിന് എന്താണ് എന്ന ചോദ്യത്തോടെ അവൻ ശ്രമിച്ചു. ഹി ട്രൈഡ് വിത്ത് എ ക്വസ്റ്റ്യൻ വാട്ട്സ് ഫോർ ഡിന്നർ. ട്രൈ എന്ന് വെച്ചാൽ ശ്രമിക്കുക. ഹി ട്രൈഡ് വിത്ത് എ ക്വസ്റ്റ്യൻ വാട്ട്സ് ഫോർ ഡിന്നർ. ഡിന്നറിന് എന്താണ് എന്ന ചോദ്യം കൊണ്ട് അവൻ ശ്രമിച്ചു. എവിടെ നിന്നുകൊണ്ടാണ് ശ്രമിച്ചത്? സ്റ്റാൻഡിങ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് അറ്റ് ഹോം. ഡിഫറെൻറ്റ് വ്യത്യസ്തമായ, ഡിഫറെൻറ്റ് പ്ലേസസ് വ്യത്യസ്തമായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പലയിടങ്ങൾ, അറ്റ് ഹോം വീട്ടിൽ. ഹി ട്രൈഡ് വിത്ത് എ ക്വസ്റ്റ്യൻ വാട്ട്സ് ഫോർ ഡിന്നർ സ്റ്റാൻഡിങ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് അറ്റ് ഹോം. വീട്ടിൽ പലയിടങ്ങളിലായി നിന്നുകൊണ്ട് അത്താഴത്തിന് എന്താണ് എന്ന ചോദ്യത്തോടെ അവൻ ശ്രമിച്ചു. എന്തിനു വേണ്ടിയാ? ടു ഐഡൻറ്റിഫൈ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിയറിംഗ് ലോസ്. ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക. എക്സ്റ്റെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അളവ് അല്ലെങ്കിൽ പരിധി. ഹിയറിംഗ് ലോസ് കേൾവിക്കുറവ്. ടു ഐഡൻറ്റിഫൈ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിയറിംഗ് ലോസ്, കേൾവിക്കുറവിൻ്റെ അളവ് തിരിച്ചറിയാൻ. He tried with a question, what's for dinner, standing at different places at home to identify the extent of hearing loss. He heard nothing from her. അവൻ അവളിൽ നിന്ന് ഒന്നും കേട്ടില്ല. He heard nothing from her. He then moved to the kitchen and asked her, Dolly, what's for dinner? എന്നിട്ട് അവൻ അടുക്കളയിലേക്ക് നീങ്ങി അവളോട് ചോദിച്ചു, ഡോളി, അത്താഴത്തിന് എന്താണ്? He then moved to the kitchen. എന്നിട്ട് അവൻ അടുക്കളയിലേക്ക് നീങ്ങി. And asked her, അവളോട് ചോദിച്ചു, ഡോളി, what's for dinner? ഡോളി, അത്താഴത്തിന് എന്താണ്? He then moved to the kitchen and asked her, Dolly, what's for dinner? Dolly became angry at him and said, I'm saying it for the 8th time. It's chicken. Can't you hear it? ഡോളി അവനോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു, ഞാനിത് 8ാം തവണയാണ് പറയുന്നത്. ചിക്കനാണ്, നിങ്ങളത് കേൾക്കുന്നില്ലേ? ഡോളി became angry at him and said, ഡോളി അവനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, I'm saying it for the 8th time. ഞാനിത് 8ാം തവണയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ചിക്കൻ. ചിക്കനാണ്. കാൻഡ് യു ഹിയർ ഇറ്റ്? നിങ്ങളത് കേൾക്കുന്നില്ലേ? ഡോളി ബിക്കെയിം ആംഗ്രി അറ്റ് ഹിം ആൻഡ് സെഡ്, ഐ എം സേയിങ് ഇറ്റ് ഫോർ ദി 8th ടൈം. ഇറ്റ് ഈസ് ചിക്കൻ. കാൻഡ് യു ഹിയർ ഇറ്റ്? സാം വെൻറ്റ് സ്പീച്ച്ലെസ്. സാം ഒന്നും മിണ്ടാതെ പോയി. സാം വെൻറ്റ് സ്പീച്ച്ലെസ്. വെൻറ്റ് പോയി. സ്പീച്ച്ലെസ് എന്ന് വെച്ചാൽ മിണ്ടാട്ടമില്ലാത്ത. സാം വെൻറ്റ് സ്പീച്ച്ലെസ്. സാം ഒന്നും മിണ്ടാതെ പോയി. സാം റിയലൈസ്ഡ് ദാറ്റ് വൺ ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു കൺക്ലൂഷൻസ് or blame others without knowing the truth. സത്യമറിയാതെ നിഗമനങ്ങളിലെത്തുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് സാം മനസ്സിലാക്കി. സാം റിയലൈസ് ദാറ്റ്. റിയലൈസ് എന്ന് വെച്ചാൽ തിരിച്ചറിയുക. സാം റിയലൈസ് ദാറ്റ്. സാം അത് തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ അത് മനസ്സിലാക്കി. വൺ ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു കൺക്ലൂഷൻസ്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിഗമനം. വൺ ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു കൺക്ലൂഷൻസ്. ഒരാൾ നിഗമനങ്ങളിൽ എത്തിച്ചേരരുത്. ഓർ ബ്ലെയിം അതേഴ്സ്. ബ്ലെയിം എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക. ഓർ ബ്ലെയിം അതേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. വിത്തൗട്ട് നോയിങ് ദ ട്രൂത്ത്. നോ അറിയുക. ട്രൂത്ത് സത്യം. വിത്തൗട്ട് നോയിങ് ദ ട്രൂത്ത് സത്യം അറിയാതെ. സാം റിയലൈസ് ദാറ്റ് വൺ ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു കൺക്ലൂഷൻസ് ഓർ ബ്ലെയിം അതേഴ്സ് വിത്തൗട്ട് നോയിങ് ദ ട്രൂത്ത്. സത്യം അറിയാതെ നിഗമനങ്ങളിൽ എത്തുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് സാം മനസ്സിലാക്കി. സ്റ്റോറിയുടെ പേര് ലേൺ ടു അപ്രീഷിയേറ്റ്. അഭിനന്ദിക്കാൻ പഠിക്കുക. ലേൺ പഠിക്കുക. അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക അല്ലെങ്കിൽ വിലമതിക്കുക. ലേൺ ടു അപ്രീഷിയേറ്റ്. വൺസ് അപ്പോൺ എ ടൈം ദെർ വാസ് എ മാൻ ഹു വാസ് വെരി ഹെൽപ്ഫുൾ, കൈൻഡ് ഹാർട്ടഡ് ആൻഡ് ജനറസ്. പണ്ടൊരിക്കൽ വളരെ സഹായകാരിയും ദയയുള്ളവനും ഉദാരമനസ്കനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. വൺസ് അപ്പോൺ എ ടൈം. മിക്കവാറും എല്ലാ കഥകളും ഇങ്ങനെയായിരിക്കും തുടങ്ങുന്നത്. ഇതിൻ്റെ അർത്ഥം പണ്ടൊരിക്കൽ അല്ലെങ്കിൽ പണ്ടൊരു കാലത്ത്. ദെർ വാസ് എ മാൻ. ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ എങ്ങനെയുള്ള ആളായിരുന്നു? ഹു വാസ് വെരി ഹെൽപ്ഫുൾ, കൈൻഡ് ഹാർട്ടഡ് ആൻഡ് ജനറസ്. ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ സഹായകമായ അല്ലെങ്കിൽ സഹായകാരിയായ. കൈൻഡ് ഹാർട്ടഡ് എന്ന് വെച്ചാൽ ദയാലുവായ. ജനറസ് എന്ന് പറഞ്ഞാൽ മഹാമനസ്കതയുള്ള അല്ലെങ്കിൽ ഉദാരമായ. വൺസ് അപ്പോൺ എ ടൈം ദെർ വാസ് എ മാൻ ഹു വാസ് വെരി ഹെൽപ്ഫുൾ, കൈൻഡ് ഹാർട്ടഡ് ആൻഡ് ജനറസ്. പണ്ടൊരിക്കൽ വളരെ സഹായകാരിയും ദയയുള്ളവനും ഉദാരമനസ്കനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഹി വാസ് എ മാൻ ഹു വുഡ് ലെൻഡ് എ ഹാൻഡ് ടു സംവൺ വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാളെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഹി വാസ് എ മാൻ ഹു വുഡ് ലെൻഡ് എ ഹാൻഡ് ടു സംവൺ. ലെൻഡ് എ ഹാൻഡ് എന്ന് വെച്ചാൽ അതൊരു ഇഡിയമാണ് അല്ലെങ്കിൽ ഒരു പദപ്രയോഗമാണ്. ഇതിൻ്റെ അർത്ഥം സഹായം നൽകുക എന്നാണ്. ഹി വാസ് എ മാൻ ഹു വുഡ് ലെൻഡ് എ ഹാൻഡ് ടു സംവൺ. ആരെയും സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. എക്സ്പെക്റ്റ് പ്രതീക്ഷിക്കുക. റിട്ടേൺ എന്ന് പറഞ്ഞാൽ കൊടുക്കുക, പകരം കൊടുക്കുക,
പ്രത്യുപകാരം, ഇതൊക്കെയാണ് അർത്ഥം. വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. ബിക്കോസ് ഹി എൻജോയ്സ് ഹെൽപ്പിംഗ് പീപ്പിൾ, കാരണം അവൻ ആളുകളെ സഹായിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ബിക്കോസ് കാരണം, എൻജോയ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക അല്ലെങ്കിൽ ആനന്ദിക്കുക. പീപ്പിൾ ആളുകൾ. ബിക്കോസ് ഹി എൻജോയ്സ് ഹെൽപ്പിംഗ് പീപ്പിൾ, കാരണം അവൻ ആളുകളെ സഹായിക്കുന്നത് എൻജോയ് ചെയ്യുന്നു. വൺ ഡേ വൈൽ വാക്കിംഗ് ത്രൂ എ ഡസ്റ്റി റോഡ് ദിസ് മാൻ സോ എ പേഴ്സ്. സോ ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് നോട്ടീസ് ദാറ്റ് ദ പേഴ്സ് വാസ് എംപ്റ്റി. ഒരു ദിവസം പൊടി നിറഞ്ഞ റോഡിലൂടെ നടക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു പേഴ്സ് കണ്ടു. അതെടുത്ത് നോക്കിയപ്പോൾ പേഴ്സ് കാലിയാണെന്ന് ശ്രദ്ധിച്ചു. വൺ ഡേ വൈൽ വാക്കിംഗ് ത്രൂ എ ഡസ്റ്റി റോഡ്. വൺ ഡേ ഒരു ദിവസം. വൈൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത്. വാക്ക് നടക്കുക. വൈൽ വാക്കിംഗ് നടക്കുമ്പോൾ. ഏതിലൂടെയാണ് നടക്കുന്നത്? ത്രൂ എ ഡസ്റ്റി റോഡ്. ഡസ്റ്റി എന്ന് വെച്ചാൽ പൊടി നിറഞ്ഞ അല്ലെങ്കിൽ പൊടി പിടിച്ച എന്നൊക്കെയാണ് അർത്ഥം. ത്രൂ എ ഡസ്റ്റി റോഡ്, പൊടി പിടിച്ച റോഡിലൂടെ. വൺ ഡേ വൈൽ വാക്കിംഗ് ത്രൂ എ ഡസ്റ്റി റോഡ്. ഒരു ദിവസം പൊടി പിടിച്ച റോഡിലൂടെ നടക്കുമ്പോൾ. ദിസ് മാൻ സോ എ പേഴ്സ്. ദിസ് മാൻ, ഈ മനുഷ്യൻ. സീ എന്ന് പറഞ്ഞാൽ കാണുക, അതിൻ്റെ പാസ്റ്റാണ് സോ, കണ്ടു. എന്താ കണ്ടത്? എ പേഴ്സ്, ഒരു പേഴ്സ് കണ്ടു. സോ ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് നോട്ടീസ് ദാറ്റ് ദ പേഴ്സ് വാസ് എംപ്റ്റി. സോ ഹി പിക്ഡ് ഇറ്റ് അപ്പ്. പിക്കപ്പ് എന്ന് വെച്ചാൽ നിലത്തുനിന്ന് എടുക്കുക. സോ ഹി പിക്ഡ് ഇറ്റ് അപ്പ്, അങ്ങനെ അവൻ അതെടുത്തു. ആൻഡ് നോട്ടീസ് ദാറ്റ്, നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, പരിശോധിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് നോട്ടീസ് ദാറ്റ്, അത് ശ്രദ്ധിച്ചു. ദ പേഴ്സ് വാസ് എംപ്റ്റി, പേഴ്സ് കാലിയായിരുന്നു. സോ ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് നോട്ടീസ് ദാറ്റ് ദ പേഴ്സ് വാസ് എംപ്റ്റി. അദ്ദേഹം അത് എടുത്തു നോക്കിയപ്പോൾ പേഴ്സ് കാലിയായത് ശ്രദ്ധിച്ചു. വൺ ഡേ വൈൽ വാക്കിംഗ് ത്രൂ എ ഡസ്റ്റി റോഡ് ദിസ് മാൻ സോ എ പേഴ്സ്. സോ ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് നോട്ടീസ് ദാറ്റ് ദ പേഴ്സ് വാസ് എംപ്റ്റി. സഡൻലി എ വുമൺ ആൻഡ് എ പോലീസ് ഓഫീസർ അറൈവ് ആൻഡ് അറസ്റ്റ് ചെയ്യും. പെട്ടെന്ന് ഒരു സ്ത്രീയും ഒരു പോലീസ് ഓഫീസറും വന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. സഡൻലി, പെട്ടെന്ന്. എ വുമൺ ആൻഡ് എ പോലീസ് ഓഫീസർ അറൈവ് ആൻഡ് അറസ്റ്റ് ചെയ്യും. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക, വന്നെത്തുക, വന്നു ചേരുക, ഇതൊക്കെയാണ് അർത്ഥം. എ വുമൺ ആൻഡ് എ പോലീസ് ഓഫീസർ അറൈവ് ആൻഡ് അറസ്റ്റ് ചെയ്യും. ഒരു സ്ത്രീയും ഒരു പോലീസ് ഓഫീസറും വന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പിടികൂടുന്നു. സഡൻലി എ വുമൺ ആൻഡ് എ പോലീസ് ഓഫീസർ അറൈവ് ആൻഡ് അറസ്റ്റ് ചെയ്യും. ദ വുമൺ കെപ്റ്റ് ഓൺ ആസ്കിങ് വേർ ഹി ഹിഡ് ഹെർ മണി. ബട്ട് ദ മാൻ റിപ്ലൈഡ്, ഇറ്റ് വാസ് എംപ്റ്റി വെൻ ഐ ഫൗണ്ട് ഇറ്റ് മാം. തൻ്റെ പണം എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ആ സ്ത്രീ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഞാനത് കണ്ടെത്തിയപ്പോൾ അതിലൊന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ അത് ശൂന്യമായിരുന്നു മാം. ദ വുമൻ കെപ്റ്റ് ഓൺ ആസ്കിങ്. ആസ്ക്, ചോദിക്കുക. കെപ്റ്റ് ഓൺ ആസ്കിങ് എന്ന് വെച്ചാൽ ചോദിച്ചുകൊണ്ടേയിരുന്നു. ദ വുമൻ കെപ്റ്റ് ഓൺ ആസ്കിങ്, ആ സ്ത്രീ ചോദിച്ചുകൊണ്ടേയിരുന്നു. വേർ ഹി ഹിഡ് ഹെർ മണി. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ മറച്ചു വെക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് ഹിഡ്. വേർ ഹി ഹിഡ് ഹെർ മണി, അവൻ അവളുടെ പണം എവിടെ ഒളിപ്പിച്ചു. ബട്ട് ദ മാൻ റിപ്ലൈഡ്. റിപ്ലൈ മറുപടി പറയുക അല്ലെങ്കിൽ മറുപടി നൽകുക. ബട്ട് ദ മാൻ റിപ്ലൈഡ്, എന്നാൽ ആ മനുഷ്യൻ മറുപടി പറഞ്ഞു. ഇറ്റ് വാസ് എംപ്റ്റി വെൻ ഐ ഫൗണ്ട് ഇറ്റ് മാം. ഇറ്റ് വാസ് എംപ്റ്റി, അത് ശൂന്യമായിരുന്നു അല്ലെങ്കിൽ കാലിയായിരുന്നു. വെൻ ഐ ഫൗണ്ട് ഇറ്റ്. ഫൈൻഡിൻ്റെ പാസ്റ്റാണ് ഫൗണ്ട്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, കണ്ടെടുക്കുക, കിട്ടുക, ഇതൊക്കെയാണ് അർത്ഥം. വെൻ ഐ ഫൗണ്ട് ഇറ്റ്, ഞാനത് കണ്ടെത്തിയപ്പോൾ. The woman kept on asking where he hid her money. But the man replied, it was empty when I found it, ma'am. The woman yelled at him, please give it back. It's for my son's school fees. ദയവായി അത് തിരികെ തരൂ, അതെൻ്റെ മകൻ്റെ സ്കൂൾ ഫീസിനാണ്. ആ സ്ത്രീ അവനോട് ആക്രോശിച്ചു. The woman yelled at him. എൽ എന്ന് പറഞ്ഞാൽ അലറുക, ആക്രോശിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. The woman yelled at him. ആ സ്ത്രീ അവനോട് ആക്രോശിച്ചു. Please give it back. Give, തരിക അല്ലെങ്കിൽ കൊടുക്കുക. പ്ലീസ് ഗിവ് ഇറ്റ് ബാക്ക്, ദയവായി അത് തിരികെ തരൂ. ഇറ്റ്സ് ഫോർ മൈ സൺ സ്കൂൾ ഫീസ്, അതെൻ്റെ മകൻ്റെ സ്കൂൾ ഫീസിന് വേണ്ടിയുള്ളതാണ്. ദ വുമൻ എൽഡ് അറ്റ് ഹിം. പ്ലീസ് ഗിവ് ഇറ്റ് ബാക്ക്, ഇറ്റ്സ് ഫോർ മൈ സൺ സ്കൂൾ ഫീസ്. ദ മാൻ നോട്ടീസ് ദാറ്റ് ദ വുമൻ റിയലി ഫെൽ സാഡ്. സോ ഹി ഹാൻഡഡ് ഓൾ ഹിസ് മണി. സ്ത്രീക്ക് ശരിക്കും സങ്കടം തോന്നിയത് ആ മനുഷ്യൻ ശ്രദ്ധിച്ചു. അതിനാൽ അയാൾ തൻ്റെ പണം മുഴുവൻ കൈമാറി. ദ മാൻ നോട്ടീസ്ഡ്. നോട്ടീസ്, ശ്രദ്ധിക്കുക. ദ മാൻ നോട്ടീസ്ഡ്, ആ മനുഷ്യൻ ശ്രദ്ധിച്ചു. ദാറ്റ് ദ വുമൻ റിയലി ഫെൽറ്റ് സാഡ്. ഫീൽ എന്ന് പറഞ്ഞാൽ തോന്നുക, അതിൻ്റെ പാസ്റ്റാണ് ഫെൽറ്റ്, തോന്നി. ദ വുമൻ റിയലി ഫെൽറ്റ് സാഡ്, ആ സ്ത്രീക്ക് ശരിക്കും സങ്കടം തോന്നി. ദ മാൻ നോട്ടീസ് ദാറ്റ് ദ വുമൻ റിയലി ഫെൽറ്റ് സാഡ്, ആ സ്ത്രീക്ക് ശരിക്കും സങ്കടം തോന്നിയത് ആ മനുഷ്യൻ ശ്രദ്ധിച്ചു. സോ ഹി ഹാൻഡഡ് ഓൾ ഹിസ് മണി. ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഏൽപ്പിക്കുക, കൊടുക്കുക, ഈ അർത്ഥത്തിലൊക്കെ ഹാൻഡ് യൂസ് ചെയ്യാറുണ്ട്.
ഹി ഹാൻഡഡ് ഓൾ ഹിസ് മണി. അദ്ദേഹം തൻ്റെ പണം മുഴുവൻ കൊടുത്തു, അല്ലെങ്കിൽ പണം മുഴുവൻ കൈമാറി. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ വുമൺ വാസ് എ സിംഗിൾ മദർ. ആ സ്ത്രീ സിംഗിൾ മദർ ആണെന്ന് അയാൾ മനസ്സിലാക്കി. ദ വുമൺ ലെഫ്റ്റ് ആൻഡ് ദ പോലീസ്മാൻ ഹെൽഡ് ദ മാൻ ഫോർ ഫർദർ ക്വസ്റ്റ്യനിങ്. ആ സ്ത്രീ പോയി. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസുകാരൻ ആ മനുഷ്യനെ പിടിച്ചു. ദ വുമൺ ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലീവിൻ്റെ പാസ്റ്റാണ്. ലീവ് എന്ന് പറഞ്ഞാൽ അവധി എന്ന് മാത്രമല്ല, ഉപേക്ഷിക്കുക, പോവുക, ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോയി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ വുമൺ ലെഫ്റ്റ്. ആ സ്ത്രീ പോയി. ആൻഡ് ദ പോലീസ്മാൻ ഹെൽഡ് ദ മാൻ. ഹെൽഡ് എന്ന് വെച്ചാൽ പിടിച്ചു. ഹോൾഡിൻ്റെ പാസ്റ്റാണ്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക അല്ലെങ്കിൽ ബന്ധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആൻഡ് ദ പോലീസ്മാൻ ഹെൽഡ് ദ മാൻ. പോലീസുകാരൻ ആ മനുഷ്യനെ പിടിച്ചു. എന്തിനു വേണ്ടിയാ? ഫോർ ഫർദർ ക്വസ്റ്റ്യനിങ്. ഫർദർ എന്ന് വെച്ചാൽ അധികം, കൂടുതൽ, കുറേ കൂടി, ഇതൊക്കെയാണ് അർത്ഥം. ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുക. ഫോർ ഫർദർ ക്വസ്റ്റ്യനിങ്, കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി. ദ വുമൺ ലെഫ്റ്റ് ആൻഡ് ദ പോലീസ്മാൻ ഹെൽഡ് ദ മാൻ ഫോർ ഫർദർ ക്വസ്റ്റ്യനിങ്. ദ വുമൺ വാസ് വെരി ഹാപ്പി, ബട്ട് വെൻ ഷീ കൗണ്ടഡ് ഹെർ മണി ലേറ്റർ ഇറ്റ് വാസ് ഡബിൾഡ്. സ്ത്രീ വളരെ സന്തോഷവതിയായിരുന്നു, എന്നാൽ പിന്നീട് അവളുടെ പണം എണ്ണിയപ്പോൾ അത് ഇരട്ടിയായിരുന്നു. ദ വുമൺ വാസ് വെരി ഹാപ്പി. ആ സ്ത്രീ വളരെ സന്തോഷവതിയായിരുന്നു. ബട്ട് വെൻ ഷീ കൗണ്ടഡ് ഹെർ മണി ലേറ്റർ. കൗണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണുക, ലേറ്റർ പിന്നീട്. വെൻ ഷീ കൗണ്ടഡ് ഹെർ മണി ലേറ്റർ, പിന്നീട് അവളുടെ പണം എണ്ണിയപ്പോൾ ഇറ്റ് വാസ് ഡബിൾഡ്, അത് ഇരട്ടിയായിരുന്നു. ദ വുമൺ വാസ് വെരി ഹാപ്പി, ബട്ട് വെൻ ഷീ കൗണ്ടഡ് ഹെർ മണി ലേറ്റർ ഇറ്റ് വാസ് ഡബിൾഡ്. ഷി വാസ് ഷോക്ക്ഡ്. അവൾ ഞെട്ടിപ്പോയി. ഷോക്ക്, ഞെട്ടുക. ഷി വാസ് ഷോക്ക്ഡ്. അവൾ ഞെട്ടിപ്പോയി. വൺ ഡേ while the woman was going to pay her son's school fees at the school, she noticed that a skinny man was walking behind her. ഒരു ദിവസം ആ സ്ത്രീ തൻ്റെ മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ സ്കൂളിൽ പോകുമ്പോൾ മെലിഞ്ഞ ഒരു മനുഷ്യൻ തൻ്റെ പുറകിൽ നടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. വൺ ഡേ, ഒരു ദിവസം. while the woman was going. while എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത്. while the woman was going, ആ സ്ത്രീ പോകുമ്പോൾ. എന്തിനാ പോകുന്നത്? to pay her son's school fees. തൻ്റെ മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ. അറ്റ് ദ സ്കൂൾ, സ്കൂളിൽ. ഷീ നോട്ടീസ് ദാറ്റ്. നോട്ടീസ് ശ്രദ്ധിക്കുക. ഷീ നോട്ടീസ് ദാറ്റ്, അവൾ അത് ശ്രദ്ധിച്ചു. എ സ്കിന്നി മാൻ വാസ് വാക്കിംഗ് ബിഹൈൻഡ് ഹെർ. സ്കിന്നി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ അല്ലെങ്കിൽ ശോഷിച്ച. വാക്ക് നടക്കുക. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകിൽ. എ സ്കിന്നി മാൻ വാസ് വാക്കിംഗ് ബിഹൈൻഡ് ഹെർ. ഒരു മെലിഞ്ഞ മനുഷ്യൻ അവളുടെ പുറകിൽ നടക്കുന്നു. വൺ ഡേ വൈൽ ദ വുമൻ വാസ് ഗോയിങ് ടു പേ ഹർ സൺ സ്കൂൾ ഫീസ് അറ്റ് ദ സ്കൂൾ, ഷീ നോട്ടീസ് ദാറ്റ് എ സ്കിന്നി മാൻ വാസ് വാക്കിംഗ് ബിഹൈൻഡ് ഹെർ. She thought that he may rob her. So she approached a policeman standing nearby. അയാൾ തന്നെ കൊള്ളയടിക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾ കരുതി. അവൾ അടുത്ത് നിന്നിരുന്ന ഒരു പോലീസുകാരനെ സമീപിച്ചു. She thought that he may rob her. Thought, ചിന്തിച്ചു. തിങ്കിൻ്റെ പാസ്റ്റ്, തിങ്ക് ചിന്തിക്കുക. She thought that, അവളത് ചിന്തിച്ചു. He may rob her. റോബ് എന്ന് വെച്ചാൽ കൊള്ളയടിക്കുക, മോഷ്ടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. സാധ്യതയാണ് പറയുന്നത്, അതുകൊണ്ടാണ് മേ വെച്ചിട്ടുള്ളത്. She thought that he may rob her. അവൻ തന്നെ കൊള്ളയടിക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾ കരുതി. സോ ഷി അപ്രോച്ച്ഡ് എ പോലീസ്മാൻ സ്റ്റാൻഡിങ് നിയർ ബൈ. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സമീപിക്കുക അല്ലെങ്കിൽ അടുത്ത് ചെല്ലുക. നിയർ ബൈ സമീപം അല്ലെങ്കിൽ അടുത്ത്. സോ ഷി അപ്രോച്ച്ഡ് എ പോലീസ്മാൻ സ്റ്റാൻഡിങ് നിയർ ബൈ. അതുകൊണ്ട് അവൾ അടുത്ത് നിന്നിരുന്ന ഒരു പോലീസുകാരനെ സമീപിച്ചു. ഹി വാസ് ദ സെയിം പോലീസ്മാൻ ഹും ഷീ ടുക്ക് അലോങ് ടു ഇൻക്വയർ അബൌട്ട് ഹെർ പേഴ്സ്. അവളുടെ പേഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ അവൾ കൂട്ടിക്കൊണ്ടുപോയ അതേ പോലീസുകാരനായിരുന്നു അയാൾ. ഹി വാസ് ദ സെയിം പോലീസ്മാൻ. അയാൾ അതേ പോലീസുകാരനായിരുന്നു. ഹും ഷീ ടുക്ക് അലോങ്. ഹും എന്ന് പറഞ്ഞാൽ ആരെ അല്ലെങ്കിൽ ആരെയോ അവൻ. ടുക്ക് അലോങ് എന്ന് വെച്ചാൽ കൂടെ കൊണ്ടുപോയി. ഹും ഷീ ടുക്ക് അലോങ്. ആരെയാണോ അവൾ കൂടെ കൊണ്ടുപോയത് അയാൾ. ടു ഇൻക്വയർ അബൌട്ട് ഹെർ പേഴ്സ്. ഇൻക്വയർ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക അല്ലെങ്കിൽ വിവരം തേടുക. അബൌട്ട് കുറിച്ച്. ടു ഇൻക്വയർ അബൌട്ട് ഹെർ പേഴ്സ്, അവളുടെ പേഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ. ഹി വാസ് ദ സെയിം പോലീസ്മാൻ whom she took along to inquire about her purse. The woman told him about the man following her, but suddenly they saw that man collapsing. തന്നെ പിന്തുടരുന്ന മനുഷ്യനെക്കുറിച്ച് ആ സ്ത്രീ അയാളോട് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ആ മനുഷ്യൻ കുഴഞ്ഞു വീഴുന്നത് അവർ കണ്ടു. The woman told him. told പറഞ്ഞു. The woman told him. ആ സ്ത്രീ അവനോട് പറഞ്ഞു. About the man following her. About കുറിച്ച്. Follow എന്ന് പറഞ്ഞാൽ പിന്തുടരുക. About the man following her. അവളെ പിന്തുടരുന്ന മനുഷ്യനെക്കുറിച്ച്. ബട്ട് സഡൻലി ദേ സോ ദാറ്റ് മാൻ കൊലാപ്സിങ്. സഡൻലി പെട്ടെന്ന്. സോ കണ്ടു. കൊലാപ്സ് എന്ന് വെച്ചാൽ തകർന്ന് വീഴുക, ബോധം കെടുക, ശക്തിക്ഷയം, ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബട്ട് സഡൻലി ദേ സോ ദാറ്റ് മാൻ കൊലാപ്സിങ്.
പക്ഷെ പെട്ടെന്ന് ആ മനുഷ്യൻ കുഴഞ്ഞു വീഴുന്നത് അവർ കണ്ടു. ദ വുമൻ ടോൾഡ് ഹിം അബൌട്ട് ദ മാൻ ഫോളോയിങ് ഹെർ. ബട്ട് സഡൻലി ദേ സോ ദാറ്റ് മാൻ കൊളാപ്സിംഗ്. ദേ റാൻ അറ്റ് ഹിം ആൻഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് ദ സെയിം മാൻ whom they arrested a few days ago for stealing a purse. അവർ അയാളുടെ അടുത്തേക്ക് ഓടി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പേഴ്സ് മോഷ്ടിച്ചതിന് അറസ്റ്റ് ചെയ്ത അതേ ആളാണ് അയാളെന്ന് അവർ മനസ്സിലാക്കി. ദേ റാൻ അറ്റ് ഹിം. റാൻ ഓടി. ദേ റാൻ അറ്റ് ഹിം. അവർ അയാളുടെ അടുത്തേക്ക് ഓടി. ആൻഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ്. അത് മനസ്സിലാക്കുകയും ചെയ്തു. ഹി വാസ് ദ സെയിം മാൻ. അയാൾ അതേ മനുഷ്യനായിരുന്നു. whom they arrested. ആരെയാണോ അവർ അറസ്റ്റ് ചെയ്തത് അയാൾ. a few days ago. എഗോ മുമ്പ്. a few days ago. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഫോർ സ്റ്റീലിംഗ് എ പേഴ്സ്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. ഫോർ സ്റ്റീലിംഗ് എ പേഴ്സ്. ഒരു പേഴ്സ് മോഷ്ടിച്ചതിന്. ദേ റാൻ അറ്റ് ഹിം ആൻഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് ദ സെയിം മാൻ whom they arrested a few days ago for stealing a purse. He was very weak and the woman was confused. അയാൾ വളരെ ക്ഷീണിച്ചിരുന്നു. ആ സ്ത്രീ ആശയക്കുഴപ്പത്തിലായി. ഹി വാസ് വെരി വീക്ക്. വീക്ക് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച, തളർന്ന, ദുർബലമായ, ഇതൊക്കെയാണ് അർത്ഥം. ഹി വാസ് വെരി വീക്ക്. അയാൾ വളരെ ക്ഷീണിച്ചിരുന്നു. ആൻഡ് ദ വുമൻ വാസ് കൺഫ്യൂസ്ഡ്. ആ സ്ത്രീ ആശയക്കുഴപ്പത്തിലായി. ദ പോലീസ്മാൻ സെഡ് ടു ദ വുമൻ, ഹി ഡിഡ്ന്റ് റിട്ടേൺ യുവർ മണി. ഹി ഗേവ് യു ഹിസ് മണി ദാറ്റ് ഡേ. പോലീസുകാരൻ ആ സ്ത്രീയോട് പറഞ്ഞു, അയാൾ നിങ്ങളുടെ പണം തിരികെ നൽകിയില്ല. അന്ന് അവൻ നിങ്ങൾക്ക് അവൻ്റെ പണം തന്നു. ദ പോലീസ്മാൻ സെഡ് ടു ദ വുമൻ. സെഡ് പറഞ്ഞു. ദ പോലീസ്മാൻ സെഡ് ടു ദ വുമൻ. പോലീസുകാരൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഹി ഡിഡ്ന്റ് റിട്ടേൺ യുവർ മണി. റിട്ടേൺ കൊടുക്കുക അല്ലെങ്കിൽ തിരികെ കൊടുക്കുക. ഹി ഡിഡ്ന്റ് റിട്ടേൺ യുവർ മണി. അയാൾ നിങ്ങളുടെ പണം തിരികെ തന്നില്ല. ഹി ഗേവ് യു ഹിസ് മണി. അയാൾ അയാളുടെ പണം തന്നു. ദാറ്റ് ഡേ. അന്ന് അല്ലെങ്കിൽ ആ ദിവസം. ദ പോലീസ്മാൻ സെഡ് ടു ദ വുമൻ, ഹി ഡിഡ്ന്റ് റിട്ടേൺ യുവർ മണി. ഹി ഗേവ് യു ഹിസ് മണി ദാറ്റ് ഡേ. ഹി വാസ് ഇൻ ദ തീഫ്. ബട്ട് ഹിയറിംഗ് അബൌട്ട് യുവർ സൺസ് സ്കൂൾ ഫീസ് ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ഗേവ് യു ഹിസ് മണി. അവൻ കള്ളനായിരുന്നില്ല. നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസിൻ്റെ കാര്യം കേട്ട് സങ്കടം തോന്നി അവൻ അവൻ്റെ പണം നിങ്ങൾക്ക് തന്നു. ഹി വാസ് ഇൻ ദ തീഫ്. തീഫ് കള്ളൻ. ഹി വാസ് ഇൻ ദ തീഫ്. അയാൾ കള്ളനായിരുന്നില്ല. ബട്ട് ഹിയറിംഗ് അബൌട്ട് യുവർ സൺസ് സ്കൂൾ ഫീസ്. ഹിയർ കേൾക്കുക, അബൌട്ട് കുറിച്ച്. ബട്ട് ഹിയറിംഗ് അബൌട്ട് യുവർ സൺസ് സ്കൂൾ ഫീസ്. പക്ഷെ നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസിനെ കുറിച്ച് കേട്ട് ഹി ഫെൽറ്റ് സാഡ്. ഫെൽറ്റ് തോന്നി. ഹി ഫെൽറ്റ് സാഡ്. അയാൾക്ക് സങ്കടം തോന്നി. ആൻഡ് ഗേവ് യു ഹിസ് മണി. അവൻ്റെ പണം നിങ്ങൾക്ക് തന്നു. ഹി വാസ് ഇൻ ദ തീഫ്. ബട്ട് ഹിയറിംഗ് അബൌട്ട് യുവർ സൺസ് സ്കൂൾ ഫീസ് ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ഗേവ് യു ഹിസ് മണി. ലേറ്റർ ദേ ഹെൽപ് ദ മാൻ സ്റ്റാൻഡ് അപ്പ്. ആൻഡ് ദ മാൻ ടോൾഡ് ദ വുമൻ, പ്ലീസ് ഗോ ആൻഡ് പേ യുവർ സൺസ് സ്കൂൾ ഫീസ്. പിന്നീട് അവർ ആ മനുഷ്യനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. ആ മനുഷ്യൻ സ്ത്രീയോട് പറഞ്ഞു, ദയവായി പോയി നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കൂ. ലേറ്റർ പിന്നീട്. ദേ ഹെൽപ് ദ മാൻ സ്റ്റാൻഡ് അപ്പ്. അവർ ആ മനുഷ്യനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. ആൻഡ് ദ മാൻ ടോൾഡ് ദ വുമൻ. ടോൾഡ് പറഞ്ഞു. ആൻഡ് ദ മാൻ ടോൾഡ് ദ വുമൻ. ആ മനുഷ്യൻ സ്ത്രീയോട് പറഞ്ഞു, പ്ലീസ് ഗോ ആൻഡ് പേ യുവർ സൺസ് സ്കൂൾ ഫീസ്. ദയവായി പോയി നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കൂ. ലേറ്റർ ദേ ഹെൽപ് ദ മാൻ സ്റ്റാൻഡ് അപ്പ്. ആൻഡ് ദ മാൻ ടോൾഡ് ദ വുമൻ, പ്ലീസ് ഗോ ആൻഡ് പേ യുവർ സൺസ് സ്കൂൾ ഫീസ്. ഐ ഫോളോഡ് യു ടു ബി ഷുവർ ദാറ്റ് നോ വൺ സ്റ്റീൽസ് യുവർ സൺസ് സ്കൂൾ ഫീസ്. നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസ് ആരും മോഷ്ടിക്കില്ലെന്ന് ഉറപ്പുവരുത്താനാണ് ഞാൻ നിങ്ങളെ പിന്തുടർന്നത്. ഐ ഫോളോഡ് യു. ഫോളോ പിന്തുടരുക. ഞാൻ നിങ്ങളെ പിന്തുടർന്നു. ടു ബി ഷുവർ ദാറ്റ് എന്ന് ഉറപ്പാക്കാൻ. നോ വൺ സ്റ്റീൽസ് യുവർ സൺസ് സ്കൂൾ ഫീസ്. നോ വൺ ആരും. സ്റ്റീൽ മോഷ്ടിക്കുക. ടു ബി ഷുവർ ദാറ്റ് നോ വൺ സ്റ്റീൽസ് യുവർ സൺസ് സ്കൂൾ ഫീസ്. നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസ് ആരും മോഷ്ടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ. ഐ ഫോളോഡ് യു ടു ബി ഷുവർ ദാറ്റ് നോ വൺ സ്റ്റീൽസ് യുവർ സൺസ് സ്കൂൾ ഫീസ്. ദ വുമൻ വാസ് സ്പീച്ച്ലെസ്. ആ സ്ത്രീക്ക് ഒന്നും പറയാനില്ലായിരുന്നു. സ്പീച്ച്ലെസ് എന്ന് പറഞ്ഞാൽ മിണ്ടാട്ടമില്ലാത്ത. ദ വുമൻ വാസ് സ്പീച്ച്ലെസ്. ഇനി നമ്മൾ ഈ സ്റ്റോറിയുടെ മോറൽ, അതായത് ഗുണപാഠമാണ് പറയാൻ പോകുന്നത്. ലൈഫ് ഗിവ്സ് യു സ്ട്രേഞ്ച് എക്സ്പീരിയൻസസ്. സംടൈംസ് ഇറ്റ് ഷോക്സ് യു ആൻഡ് സംടൈംസ് ഇറ്റ് മേ സർപ്രൈസ് യു. ജീവിതം നിങ്ങൾക്ക് വിചിത്രമായ അനുഭവങ്ങൾ നൽകുന്നു. ചിലപ്പോൾ അത് നിങ്ങളെ ഞെട്ടിക്കും, ചിലപ്പോൾ അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ലൈഫ് ഗിവ്സ് യു സ്ട്രേഞ്ച് എക്സ്പീരിയൻസസ്. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ വിചിത്രമായ അല്ലെങ്കിൽ അസാധാരണമായ. എക്സ്പീരിയൻസ് അനുഭവം. ലൈഫ് ഗിവ്സ് യു സ്ട്രേഞ്ച് എക്സ്പീരിയൻസസ്. ജീവിതം നിങ്ങൾക്ക് വിചിത്രമായ അനുഭവങ്ങൾ നൽകുന്നു. സംടൈംസ് ഇറ്റ് ഷോക്സ് യു. സംടൈംസ് ചിലപ്പോൾ. ഷോക്ക് ഞെട്ടുക. സംടൈംസ് ഇറ്റ് ഷോക്സ് യു. ചിലപ്പോൾ അത് നിങ്ങളെ ഞെട്ടിക്കും. ആൻഡ് സംടൈംസ് ഇറ്റ് മേ സർപ്രൈസ് യു. സർപ്രൈസ് അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം. സംടൈംസ് ഇറ്റ് മേ സർപ്രൈസ് യു. ചിലപ്പോൾ അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഇൻ അവർ റേജ് ആൻഡ് ഫ്രസ്ട്രേഷൻ വി മേക്ക് ഇൻകറക്റ്റ് ഡിസിഷൻസ്. നമ്മുടെ ദേഷ്യത്തിലും നിരാശയിലും
നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. റേജ് എന്ന് പറഞ്ഞാൽ ദേഷ്യം, രോഷം, ഇതൊക്കെയാണ് അർത്ഥം. ഫ്രസ്ട്രേഷൻ, നിരാശ. ഇൻ അവർ റേജ് ആൻഡ് ഫ്രസ്ട്രേഷൻ, നമ്മുടെ ദേഷ്യത്തിലും നിരാശയിലും. വി മേക്ക് ഇൻകറക്റ്റ് ഡിസിഷൻസ്. ഇൻകറക്റ്റ് തെറ്റായ, ഡിസിഷൻ തീരുമാനം. വി മേക്ക് ഇൻകറക്റ്റ് ഡിസിഷൻസ്, നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇൻ അവർ റേജ് ആൻഡ് ഫ്രസ്ട്രേഷൻ വി മേക്ക് ഇൻകറക്റ്റ് ഡിസിഷൻസ്. ഹൗവെവർ വെൻ യു ഗെറ്റ് എ സെക്കൻഡ് ചാൻസ് കറക്റ്റ് യുവർ മിസ്റ്റേക്സ്. എന്നാലും നിങ്ങൾക്ക് രണ്ടാമതൊരു അവസരം ലഭിക്കുമ്പോൾ നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുക. ഹൗവെവർ എന്നാലും, വെൻ യു ഗെറ്റ് എ സെക്കൻഡ് ചാൻസ്, നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുമ്പോൾ. കറക്റ്റ് യുവർ മിസ്റ്റേക്സ്, നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുക. ലേൺ ടു അപ്രീഷിയേറ്റ് വാട്ട് യു ആർ ഗിവൺ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ വിലമതിക്കാൻ പഠിക്കുക. ലേൺ പഠിക്കുക, അപ്രീഷിയേറ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, വിലമതിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കുക. ലേൺ ടു അപ്രീഷിയേറ്റ്, വിലമതിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കാൻ പഠിക്കുക. ലേൺ ടു അപ്രീഷിയേറ്റ് വാട്ട് യു ആർ ഗിവൺ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ വിലമതിക്കാൻ പഠിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.